ില്ല. അപ്പൊ അദ്ദേഹം ഉച്ചയ്ക്ക് ഇരുന്ന് അതേ സ്ഥലത്ത് വന്നിരുന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു ക്ഷീണത്തിലും ആ ഒരു സങ്കടത്തിലും അദ്ദേഹം മയങ്ങിപ്പോയി. പെട്ടെന്ന് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. തൻ്റെ അരികിൽ ഉച്ചയ്ക്ക് വന്ന ബാലൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നു. എങ്ങനെയാണ് നിൽക്കുന്നത്? ആ മനോഹരമായ കാർക്കൂന്തൽ പീലി തിരുമുടി ചുറ്റി ഓടക്കുഴലും മൂതി അതാ നിൽക്കുന്നു ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പൻ തൻ്റെ അരികില്, തൻ്റെ കൺമുന്നില്. അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് നോക്കുന്ന സമയത്ത് ആരെയും കാണാനില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ ഞാൻ സ്വപ്നം കാണുകയാണോ? ഇതെന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നോക്കുമ്പോൾ ആരെയും കാണാനില്ലല്ലോ. അപ്പൊ അദ്ദേഹം സ്വപ്നമായിരിക്കുമെന്ന് കരുതിയിട്ട് അദ്ദേഹം പിന്നെയും നിദ്രയിലേക്ക് ഇങ്ങനെ വീഴുന്ന സമയത്ത് പിന്നെയും ആ സ്വപ്നം തന്നെ, ആ ഉച്ചയ്ക്ക് വന്ന ബാലൻ അദ്ദേഹത്തിന്റെ അരികിലേക്ക് വരികയാണ്. പൊന്നു ഗുരുവായൂരപ്പനായിട്ട് ഓടക്കുഴലും മോദി ആ കാർക്കൂന്തൽ തിരുമുടി ചുറ്റി മനോഹരമായ മഞ്ഞപ്പൊട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഓടി വരികയാണ്. ഇതിനെ ഉറങ്ങാനായിട്ട് സമ്മതിക്കുന്നില്ലേ ഭഗവാൻ. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, എനിക്കിനി ഉറങ്ങണ്ട, കാരണം ഭഗവാൻ എന്നെ വിളിക്കുന്നുണ്ട്. ഭഗവാന്റെ കൺമുന്നിലൂടെയാണ് തെന്നി മറയുന്നത്. അപ്പൊ ഭഗവാൻ എന്നെ വിളിക്കുന്നുണ്ട്. വേഗം അദ്ദേഹം പത്മതീർത്ഥക്കുളത്തിൽ ഇറങ്ങിയിട്ട് കുളിച്ചൊന്ന് മുങ്ങി നിവർന്നിട്ട് നോക്കുന്ന സമയത്ത് ആ ഉച്ചയ്ക്ക് കണ്ട ബാലൻ അദ്ദേഹത്തിന്റെ അരികില്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മോൻ ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടു, പൊന്നു ഗുരുവായൂരപ്പനായിട്ട് കണ്ടു എന്ന് പറയാണ്. അപ്പൊ ആ ബാലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് എന്നെ ഇങ്ങനെയാണ് കണ്ടതെന്ന് ചോദിക്കുകയാണ്. അത് പറഞ്ഞതും അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന് സ്വപ്ന ദർശനം കൊടുത്ത അതേ രൂപത്തിൽ പൊന്നു ഗുരുവായൂരപ്പൻ അങ്ങ് അവതരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ വികസിക്കാൻ തുടങ്ങി. പൊന്നു ഗുരുവായൂരപ്പൻ അകത്ത് കയറി കാണാൻ സാധിക്കാത്ത ആ പൊന്നു ഗുരുവായൂരപ്പൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ വികസിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ആ തേജസ് കാണാൻ തുടങ്ങി. അത്രയും ആ ഒരു ഭക്തന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഭഗവാനെ നേരിൽ കണ്ട ഒരു അവസ്ഥ, അകത്ത് കയറി കാണാൻ പറ്റാത്ത ആ പൊന്നു ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന്റെ മുന്നിൽ അവതരിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, കുറച്ച് ശാപം കൂടെ തീരാനുണ്ടായിരുന്നു. അത് ഈ എൻ്റെ അരികിൽ വന്നിട്ട് അങ്ങ് വ്രതം എടുത്തിട്ട്